ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ഈ കേൾക്കാൻ പോകുന്ന ഈ തിരുവചന ശുശ്രൂഷയെ ഒരു നിമിഷം നമുക്ക് തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവം ദാനമായിട്ട് തന്ന ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആത്മാവേ, ഞങ്ങളെ നീ സ്പർശിക്കണമേ, ഞങ്ങൾക്ക് ശക്തി പ്രദാനം ചെയ്യണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ, ഞങ്ങളുടെ മനസ്സിനെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കാനാണ്. തിരുവചനത്തിൻ്റെ ഇതളുകൾ വിടർത്തുമ്പോൾ അത് 30 മേനിയും 60 മേനിയും 100 മേനിയുമായിട്ട് ഞങ്ങളിലെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ, ഈ വചനത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഉദ്ധിതനായ കർത്താവ് മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. മഗ്ദലന മറിയത്തെ കാണുമ്പോൾ യേശു ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമതായിട്ടുള്ള ചോദ്യം, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? വൈ ഡു യു ക്രൈ എന്ന യേശു ചോദിക്കുന്നത്. മഗ്ദലന മറിയം നമുക്കറിയാം, കർത്താവിനെ അന്വേഷിച്ച് പ്രഭാതത്തിൽ ഇറങ്ങിയപ്പോൾ അത് കണ്ടത് ഒരു തോട്ടക്കാരനെയാണ് കണ്ടത്. അപ്പോൾ അവനോട് ചോദിക്കുക, എൻ്റെ കർത്താവിനെ നീ എടുത്തുകൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ എടുത്തുകൊണ്ടുപോയിക്കില്ല. പക്ഷെ അത് കർത്താവാണെന്ന് തിരിച്ചറിയാനായിട്ട് മഗ്ദലന മറിയത്തിന് സാധിച്ചില്ല. രണ്ടാമത്തെ ചോദ്യം യേശു അവളോട് ചോദിക്കുന്നത്, നീ ആരെയാണ് അന്വേഷിക്കുന്നത്? പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ 2 ചോദ്യങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു ഉത്തരം കൊടുക്കാൻ സാധിച്ചാൽ ജീവിതം കുറച്ചുകൂടെ നന്മയിലേക്കും സന്തോഷത്തിലേക്കും സംതൃപ്തിയുടെ അനുഭവത്തിലേക്കും കടന്നു വരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. എന്തിനാണ് നമ്മളൊക്കെ സാധാരണ കരയുന്നത്? ജീവിതത്തിൽ ലഭിക്കാത്ത സ്ഥാനമാനങ്ങളെ ഓർത്ത്, ലഭിക്കാത്ത ജീവിത സുഖങ്ങളെ ഓർത്ത്, ലഭിക്കാത്ത നല്ല ജീവിത പങ്കാളിയെ ഓർത്ത്, ലഭിക്കാത്ത നല്ല മക്കളെ ഓർത്ത്, ലഭിക്കാത്ത നല്ല വീടിനെ ഓർത്ത്, നല്ല വസ്തുക്കളെ ഓർത്ത്. അപ്പോൾ ഇങ്ങനെ കിട്ടാത്തതിനെ ഓർത്ത് കരയുന്നവരാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷം പേരും. പക്ഷെ മറിയം എന്തിനു വേണ്ടിയാണ് കരഞ്ഞത്? കർത്താവിനെ കാണാഞ്ഞതിലുള്ള ആ വേദനയുടെ ആ മനോഭാവത്തിൽ നിന്നുകൊണ്ടാണ് മറിയം കരയുന്നത്. മറിയം അവളെ ഏറെ സ്നേഹിച്ചതുകൊണ്ട് അവളെ തേടി വരികയാണ് കർത്താവ്. അവളുടെ കണ്ണീരെല്ലാം ഒപ്പാൻ വേണ്ടി കർത്താവ് വരികയാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, നീ ആരെ അന്വേഷിക്കുന്നത്? അവളിൽ നിന്ന് തന്നെ ആ ഉത്തരം കർത്താവിന് കേൾക്കണമായിരുന്നു. യേശു മറിയത്തെ മറിയം എന്ന് വിളിച്ചപ്പോൾ അവൾ തിരിച്ച് ഹെബ്രായ ഭാഷയിൽ പ്രത്യുത്തരിച്ചു, റബ്ബോനി, ഗുരു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ തിരിച്ചറിവ്, കർത്താവിൻ്റെ സ്വരം മറിയം എന്ന് വിളിച്ചപ്പോൾ തിരിച്ചറിയാനായിട്ട് മറിയത്തിന് സാധിച്ചു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ യേശു ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമയെക്കുറിച്ച് പറയുമ്പോൾ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. നല്ല ആടുകൾ ഇടയൻ്റെ സ്വരം ശ്രവിക്കുന്നവരാണ്. മറിയം ആ കർത്താവിനെ ജീവിതത്തിൽ ഒത്തിരി തവണ ശ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്വരം തിരിച്ചറിയാനായിട്ട് മറിയത്തിന് സാധിച്ചു. ഈശോ പറയുക, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പിതാവിനെ പഠിപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. യേശു എപ്പോഴും പറയുന്നത് പിതാവിങ്കിലേക്കുള്ള ഒരു വഴിയെക്കുറിച്ച് ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. 3 കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യന് ജീവിതം എന്തുമാത്രം കൊടുക്കാം, ജീവിതം നൽകാം, ദൈവത്തിന് വേണ്ടി അപരന് വേണ്ടി കൊടുക്കാം എന്ന് പറയുമ്പോൾ അത് മരണത്തോളം എത്തുന്ന ഒരു സ്നേഹമാണ് കർത്താവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബഥാനിയയിലേക്കുള്ള യാത്രയിൽ കർത്താവ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തോമസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്,
കർത്താവേ, നീ എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു തോമസിനോട് പറയുകയാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ്. അപ്പോൾ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന യേശുവിനെ നമ്മൾ കണ്ടുമുട്ടുന്നു. ആ ഒരു തീവ്രതയിൽ നിന്നുകൊണ്ട് ആയിരിക്കണം ഒരു പക്ഷേങ്കിൽ തോമസ് പറയുന്നത്, ലെറ്റ് us go and die with him എന്ന് പറയുന്നത്. നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം എന്ന് തോമസ് പറയുന്നുണ്ട്. അപ്പം മരണത്തോളം തൻ്റെ ജീവിതത്തെ കൊടുക്കാൻ മനസ്സ് കാണിച്ച ഒരു മനുഷ്യനാണ് തോമസ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ഒരു സ്നേഹമാണ്. 1994 ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ന്യൂസ് വന്നായിരുന്നു. അത് നമ്മുടെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള കുടപ്പ എന്ന് പറയുന്ന ആ ജില്ലയിൽ നിന്നുള്ള ഒരു ന്യൂസായിരുന്നു. ആ വാർത്ത ഇപ്രകാരമാണ്. അതായത് ആന്ധ്രയിലെ ഏതോ ഒരു നദി, അതിഭയങ്കരമായിട്ടുള്ള വെള്ളപ്പൊക്കം, നദിയിൽ വെള്ളം ഉയർന്നു കഴിഞ്ഞപ്പോൾ ഈ ഗ്രാമവാസികളെല്ലാം പല വഴിക്കായിട്ട് സുരക്ഷിതത്വം തേടി പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു അമ്മയും 3 മക്കളും, അവർക്ക് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല. ഇവരിങ്ങനെ വെള്ളത്തിൽ, കഴുത്തോളം എത്തുന്ന വെള്ളത്തിൽ ഇവരിങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് മുകളിൽ നിന്ന് ഒരു ഹെലികോപ്റ്റർ ഇവരെ രക്ഷിക്കാൻ വേണ്ടി വരുന്നത്. ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവർ ഒരു ബക്കറ്റ് താഴേക്ക് ഇറക്കി, ഒരു വലിയൊരു ബക്കറ്റ്. എന്നിട്ട് ഈ അമ്മയ്ക്ക് അതിനകത്ത് കയറാൻ സാധിച്ചു. ഈ 2 കുഞ്ഞുങ്ങളെ ഒക്കത്ത് വെച്ച് ഒരു കുഞ്ഞിനെ കൈക്ക് പിടിച്ചിട്ട് ഈ 4 പേരും കൂടെ ഈ ബക്കറ്റിനകത്തേക്ക് കയറി. ഈ ഹെലികോപ്റ്ററിൽ വന്ന ആ കയറുകൊണ്ട് തന്നെ ഇവരിങ്ങനെ പൊക്കി ഈ ബക്കറ്റ് മുകളിലേക്ക് ഉയർത്തി. അല്പം കഴിഞ്ഞു ആ ബാലൻസ് തെറ്റി ഒരു കുഞ്ഞമ്മയുടെ ഒക്കത്ത് നിന്ന് താഴേക്ക് വെള്ളത്തിലേക്ക് പോയി. അമ്മ അതീവമായിട്ടുള്ള വേദന കൊണ്ട് അമ്മ കരയാൻ തുടങ്ങി, ഉച്ചത്തിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങി. കുറേ കഴിഞ്ഞ് അമ്മയുടെ ഈ വെപ്രാളത്തിൽ ഒക്കത്തിരുന്ന 2ാമത്തെ കുട്ടിയും വെള്ളത്തിലേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തെന്നറിയോ? ഈ 3ാമത്തെ കുട്ടിയെ എടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടുന്ന ഒരമ്മയാണ് പിന്നീട് കണ്ടത്. എല്ലാവർക്കും നിസ്സഹായരായിട്ട് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. ഞാൻ പറഞ്ഞത്, നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു കൊടുക്കുന്ന, ജീവൻ അർപ്പിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ഒരമ്മ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സ്നേഹം. മലയാളത്തിൻ്റെ മനോഹര കവിയായ ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് എന്ന് പറയുന്ന ഒരു കവിതയിൽ വളരെ മനോഹരമായിട്ട് നല്ലൊരു അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരമ്മയുടെ സ്നേഹം. നമുക്കറിയാം, പൂതപ്പാട്ടിൽ ഒരമ്മ ഒരു ഉണ്ണിയെ ഒത്തിരിയധികം സ്നേഹിക്കുന്നുണ്ട്, ഉണ്ണിയെ ലാളിക്കുന്നുണ്ട്, വാത്സല്യത്തോടെ ഉണ്ണിയെ കാണുന്നുണ്ട്, ഉണ്ണിക്കെല്ലാം ചോറ് വാരി കൊടുക്കുന്നുണ്ട്. അങ്ങനെ തൻ്റെ പൊന്നുണ്ണിയെ മാറോട് ചേർത്ത് സ്നേഹിക്കുന്ന ഒരമ്മ ഈ ഉണ്ണിയായിട്ട് ഒരു പൂതം കൂട്ടുകൂടുകയാണ്. അങ്ങനെ കൂട്ടുകൂടി ഉണ്ണി വളർന്നു. 3-4 വയസ്സായപ്പോൾ ഉണ്ണിയെ പള്ളിക്കൂടത്തിലേക്ക് വിടാൻ അമ്മ തീരുമാനിച്ചു. അപ്പോൾ ഉണ്ണി പള്ളിക്കൂടത്തിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും? പൂതത്തിന് ഉണ്ണിയുമായിട്ടുള്ള ഈ കൂട്ടുകെട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് പൂതം എന്ത് ചെയ്തു? ഒരു ദിവസം ഈ ഉണ്ണി സ്കൂളിലേക്ക് പോയപ്പോൾ ഈ ഉണ്ണിയെ തട്ടിക്കൊണ്ടുപോയി പൂതം. ഈ അമ്മ ഉണ്ണിയെ തേടി, തൻ്റെ പൊന്നുണ്ണിയെ, തൻ്റെ ആരോമൽ ഉണ്ണിയെ, തൻ്റെ പൊന്നോമലിനെ തേടി ഇറങ്ങുകയാണ് അമ്മ. കാട്ടിലൂടെ ചെന്ന് ഉണ്ണിയെ അലറി വിളിക്കുന്നുണ്ട് പലതവണ. ഈ ഉണ്ണിയെ കൊടുക്കാതിരിക്കാൻ വേണ്ടി പൂതം ശ്രമിക്കുകയാണ്. ആദ്യം വലിയൊരു കാട്ടുതീയായിട്ടാണ് ഈ അമ്മയുടെ മുമ്പിലേക്ക് പൂതം ചെല്ലുന്നത്. ഈ കാട്ടുതീ വന്നപ്പോൾ ഈ അമ്മ എന്ത് ചെയ്യുന്നറിയോ? കണ്ണീര് കൊണ്ട് ഈ കാട്ടുതീ മുഴുവൻ കെടുത്തിക്കളഞ്ഞു ഈ അമ്മ. വീണ്ടും പൂതം അമ്മയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. 2ാമത് കൊടുങ്കാറ്റായിട്ടാണ് വരുന്നത്. കൊടുങ്കാറ്റായിട്ട് വന്നപ്പോൾ കറ്റ പോലെ അല്ലെങ്കിൽ ചൂല് പോലെ അങ്ങനെ അമ്മ വളരെ സ്ട്രോങ് ആയിട്ട് നിലകൊണ്ടു. അങ്ങനെ അമ്മയെ പിന്തിരിപ്പിക്കാൻ പൂതത്തിന് സാധിച്ചില്ല. അവസാനം പൂതം ഇങ്ങനെ പല പ്രലോഭനങ്ങളും നിർത്തിയെങ്കിലും ഈ അമ്മ അവസാനം തൻ്റെ കണ്ണുകൾ 2ഉം ചൂഴ്ന്നെടുത്ത് പൂതത്തിന് കൊടുത്തിട്ട് പറയുക, ഇതിലും വലുതാണ് എൻ്റെ പൊന്നോമന എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കഥയാണ് ഇടശ്ശേരിയുടെ പൂതപ്പാട്ട്. പ്രിയമുള്ളവരെ, ഒരമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് ജീവിതത്തിന് അങ്ങേയറ്റം മക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സ്നേഹമാണ്. എന്നാൽ ഇതിനൊക്കെ എത്രയോ അപ്പുറമാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. അമ്മ നിന്നെ മറന്നാലും, പെറ്റമ്മ നിന്നെ മറന്നാലും മറക്കാതെ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുന്ന, സ്നേഹിക്കുന്ന നമ്മളുടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അല്ലേ, അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. വ്യവസ്ഥകൾ വയ്ക്കാത്ത സ്നേഹം. നമ്മളൊക്കെ ജീവിതത്തിൽ എത്ര വ്യവസ്ഥകൾ വയ്ക്കുന്നുണ്ട് അല്ലേ? ഭാര്യയോട് നമ്മൾ വ്യവസ്ഥകൾ വയ്ക്കാറുണ്ട്,
ഭർത്താവിനോട് നമ്മൾ വ്യവസ്ഥകൾ വെക്കാറുണ്ട്, മക്കളോട് വ്യവസ്ഥകൾ വെക്കാറുണ്ട്. 10ാം ക്ലാസ് കഴിയും പഠിക്കുന്ന മോനോട് നമ്മൾ പറയും, നീ ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച് ജയിച്ചാൽ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ച് ജയിച്ചാൽ സൈക്കിൾ വാങ്ങിച്ചു തരാം. ഇപ്പോൾ പറയുന്ന ഒരു പക്ഷേ ബൈക്ക് വാങ്ങിച്ചു തരാം എന്നായിരിക്കാം. അപ്പോൾ അതിലും വലിയ നമ്മൾ പ്രോമിസുകൾ നമ്മൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ കണ്ടീഷൻസ് വെക്കുക നമ്മുടെ സ്നേഹത്തിനൊക്കെ, അല്ലേ? നമ്മൾ വ്യവസ്ഥകൾ വെക്കുക സ്നേഹത്തിന്. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരിക്കലും വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുക. നീ എത്ര പാപിയായാലും, നീ എത്ര കൊള്ളരുതാത്തവനായാലും, നീ എത്ര എന്നിൽ നിന്ന് അകന്നു പോയാലും നിന്നെ സ്നേഹിക്കുന്നവന് ഞാൻ എന്ന് പറയുന്ന ഒരു ദൈവമില്ലേ നമ്മുടെ മുമ്പിൽ? അതായത് ജീവൻ അർപ്പിക്കുന്ന മക്കൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ഒരു സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ഈ സ്നേഹം അനുഭവിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നത് നമ്മളിലേക്ക് തന്നെ കടക്കാനായി നമ്മൾ തയ്യാറാകുക. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ഒരുപക്ഷെങ്കിലും കുറേ അധികം നല്ല ശതമാനം ആൾക്കാരും പഴയകാല ജീവിതത്തിലേക്ക് നോക്കി നമ്മുടെ ഭൂതകാലത്തെ നോക്കിയിട്ട് നെടുവീർപ്പുകളോടുകൂടെ, ഖേദത്തോടുകൂടെ, സങ്കടത്തോടുകൂടെ, നിരാശയോടുകൂടെ ജീവിക്കുന്നവരാണ്. കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ അങ്ങനെ ജീവിച്ചു, അല്ലെങ്കിൽ അത് മോശമായിപ്പോയി, അല്ലെങ്കിൽ നമ്മുടെ ആ വീഴ്ചകളെ ഓർത്ത് നമ്മൾ ഖേദത്തോടെ ജീവിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരുണ്ട്. ഇനി മറ്റു കുറേ കൂട്ടർ ഭാവിയെക്കുറിച്ച് അമിതമായിട്ട് വ്യാകുലപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഉത്കണ്ഠയോടുകൂടെ, അസ്വസ്ഥതകളോടുകൂടെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ യേശു പറയുന്നത് എന്താണ്? ഇന്നിൻ്റെ ഉത്കണ്ഠ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ കാര്യത്തെക്കുറിച്ച് നമ്മളോട് ആകുലപ്പെടാൻ മാത്രമേ കർത്താവ് പറയുന്നുള്ളൂ. ഇന്നത്തെ കാര്യം, അതായത് ഇന്നിൽ ജീവിക്കുന്ന മനുഷ്യനാണ് ഏറ്റവും ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തിയ മനുഷ്യൻ. പലപ്പോഴും നമ്മൾ ബീയിങ് എന്ന അവസ്ഥയേക്കാൾ ബിക്കമിങ് എന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ബീയിങ്ങിൽ സന്തോഷം കണ്ടെത്താനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം തന്ന നന്മകളിൽ സന്തോഷം കണ്ടെത്താനായിട്ട് കുറവുകളെ നിറവുകളാക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ഒരു പുസ്തകത്തിൽ വായിച്ച് ഓർക്കുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടി, മോൻ്റെ പേര് അരുൺ എന്നാണ്. അരുൺ പഠനത്തിൽ സമർത്ഥനാണ്, സ്കൂളിൽ നല്ല മിടുക്കനാണ്. പക്ഷേ അരുണിന് ഒരു പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കണ്ണിന് താഴെ ഇവിടെ ആയിട്ട് ഈ കഴുത്തോളം എത്തുന്ന ഒരു വലിയ കറുത്ത മറുകുണ്ട്, ഒരു കറുത്ത പാട്. പക്ഷേ ഈ കറുത്ത പാട് അരുണിൻ്റെ മുഖത്തുണ്ടെങ്കിലും ഒരിക്കലും അരുണിനെ നിരാശനായിട്ടോ അല്ലെങ്കിൽ അത് ആകുലപ്പെടുത്തുന്നതായിട്ടോ അസ്വസ്ഥനായിട്ടോ ഒരിക്കലും കണ്ടിട്ടില്ല. ഒരിക്കലും അരുണിൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ വന്ന് അരുണിനോട് ചോദിച്ചു, അരുണെ, നിൻ്റെ മുഖത്ത് ഈ കറുത്ത പാടുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നീ ഒരിക്കലും ആകുലപ്പെടുന്നില്ലല്ലോ, നീ ഒരിക്കലും അതിനെക്കുറിച്ച് വറീഡ് ആകുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ്, നിനക്കിതിനെ എങ്ങനെ അഭിമുഖീകരിക്കാൻ പറ്റുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഈ അരുണ് പറയുകയാണ്, ഞാൻ അതിൻ്റെ സത്യാവസ്ഥ നിന്നോട് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ അപ്പച്ചന് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഒരു വലിയ കണ്ണാടിയുടെ മുമ്പിൽ കൊണ്ട് എന്നെ നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, മോനെ, നിൻ്റെ മുഖത്ത് ഒരു മാലാഖയുടെ മുദ്രയുണ്ട്, നിൻ്റെ മുഖത്ത് ഒരു മാലാഖയുടെ മുദ്രയുണ്ട്. നീ ജനിച്ചപ്പോൾ, നീ പിറന്നു വീണപ്പോൾ ഒരു മാലാഖ നിന്നെ ഉമ്മ വെച്ചതാണ്. എന്തിനാ നിന്നെ മാലാഖ ഉമ്മ വെച്ചതെന്നറിയാവോ? ആ മാലാഖയ്ക്ക് നിന്നോട് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. നീ വേണ്ടപ്പെട്ടവനാണ്, നീ വിലപ്പെട്ടവനാണെന്ന് ആ മാലാഖയ്ക്ക് തോന്നി. ദൈവത്തിന് സ്വർഗത്തിലിരുന്ന് നിന്നെ നോക്കുമ്പോൾ നീ എത്ര ആൾത്തിരക്കിലാണെങ്കിലും, നീ എത്ര ജനക്കൂട്ടത്തിൻ്റെ ഇടയിലാണെങ്കിലും ദൈവത്തിന് നിന്നെ തിരിച്ചറിയണമായിരുന്നു. അതുകൊണ്ടാണ് ഈ മാലാഖയുടെ മുദ്ര നിൻ്റെ മുഖത്ത്. അപ്പച്ചൻ്റെ ഇങ്ങനെ കൂടെയുള്ള ഈ പറച്ചിൽ, ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്നിൽ ഒത്തിരി ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ കുറവിനെക്കുറിച്ച് ഒരു കുറവായിട്ടോ അതിൻ്റെ സൗന്ദര്യത്തിനൊരു മങ്ങലേൽപ്പിക്കുന്നതായിട്ടോ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. എന്നിട്ട് അരുൺ പറയുകയാണ്, ഈ മുഖത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാടുകളൊന്നും ഇല്ലാത്ത കുട്ടികളെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. കാരണം അവരൊക്കെ ദൈവത്താൽ തിരിച്ചറിയപ്പെടുന്നില്ലല്ലോ എന്നോർത്ത്. പ്രിയമുള്ളവരെ, നോക്കിയേ, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നിറവുകളായിട്ട് കാണാൻ നമുക്ക് സാധിച്ചാൽ, അതിൻ്റെയൊക്കെ പിന്നിലൊരു നന്മ കാണാൻ സാധിച്ചാൽ ജീവിതം എത്ര സൗന്ദര്യമായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു നമ്മളിൽ ബഹുഭൂരിപക്ഷം പേരും ജീവിതം ആസ്വദിക്കാൻ മറന്നു പോകുന്നവരാണ് ജീവിതത്തിൽ, അല്ലേ? ദൈവം നമുക്ക് ജീവിതത്തിന് എന്തുമാത്രം സൗന്ദര്യമുണ്ട്. ദൈവത്തിൻ്റെ സൗന്ദര്യം ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയല്ലേ. എല്ലാ പുഴകളിലും, പൂക്കളിലും, പുല്ലിലും, പ്രപഞ്ചത്തിലും, കിളികളിലും, മൃഗങ്ങളിലും, മനുഷ്യനിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ഈ പ്രപഞ്ചത്തിലെ ചേതനവും അചേതനവുമായ എല്ലാ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം എന്തുകൊണ്ടാണ് പലപ്പോഴും ജീവിതം നമുക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റാതെ പോകുന്നത്? അതിന് എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുക എന്നുള്ളതാണ്.
മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതത്തിൽ ഒരു വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം പറയുന്നുണ്ട്. അതായത് ഈ അലക്സാണ്ടർ ചക്രവർത്തി വളരെ പ്രഗത്ഭനായിട്ട്, വളരെ പ്രതാപവാനായിട്ട്, ഒത്തിരിയധികം ആഡംബരത്തിൽ, ഒത്തിരിയധികം വസ്തുക്കളിൽ, അധികാരത്തിൽ, പണത്തിൽ, പിന്നെ അടിമകളുള്ള കാര്യത്തിലൊക്കെ വളരെയധികം വലിയവനെന്ന് ഭാവിച്ച് ജീവിച്ചൊരു മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് ഡയോജിനിസ്. ഗ്രീക്കിൻ്റെ തത്വചിന്തകനും ഗ്രീക്കിൻ്റെ ഗുരുവും പണ്ഡിതനുമൊക്കെയാണ് ഡയോജിനിസ് എന്ന് പറയുന്ന മനുഷ്യൻ. ഒരിക്കൽ ഒരു നദീതീരത്ത് വെച്ച് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു രംഗമാണ്. അതായത് ഇങ്ങനെ ഈ ഡയോജിനിസ് നദിയുടെ തീരത്ത് വെച്ച് സൂര്യസ്നാനം ചെയ്യുകയാണ്. വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്, പ്രപഞ്ച ഭംഗി ആസ്വദിച്ചുകൊണ്ട്, സൂര്യൻ്റെ മിഴിവ് ആസ്വദിച്ചുകൊണ്ട്. ഇങ്ങനെ കിടക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ ഈ അലക്സാണ്ടർ ചക്രവർത്തി വരികയാണ്. അലക്സാണ്ടർ എന്നിട്ട് ഡയോജിനീസിനോട് ചോദിക്കുക, അല്ലയോ ഗുരുവേ, അങ്ങ് എത്ര നിസ്വനാണ്, അങ്ങ് ഇങ്ങനെ ആഭരണങ്ങളൊന്നും അണിയാതെ, അങ്ങ് അതിനോടുള്ള ഒരു അകമഴിഞ്ഞ ഒരു സ്നേഹമോ അല്ലെങ്കിൽ അട്രാക്ഷനൊന്നും തോന്നാതെ അങ്ങേക്ക് എങ്ങനെ ഇത്ര നിസ്വനായിട്ട് ഇങ്ങനെ കിടക്കാനായിട്ട് സാധിക്കുന്നു, ഇത്ര ലാളിത്യത്തോടെ ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നു? എനിക്കിത് കണ്ടിട്ട് അസൂയ തോന്നുന്നു, എനിക്ക് അതിൻ്റെ കാരണം ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡയോജിനിസ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല, ആഗ്രഹമില്ലായ്മ എന്നുള്ളതാണ് എൻ്റെ ധനം എന്ന്. ഒന്നുമില്ലായ്മയാണ് എൻ്റെ ആധിപത്യം. ഞാൻ ഈ ഭുവനം കീഴടക്കിയവനാണ്. കാരണം ഞാൻ എന്നെ കീഴടക്കിയിരിക്കുന്നു. എൻ്റെ വിജയം എന്നോടൊപ്പം ഉണ്ടാകും. നിന്റെ വിജയത്തെ മരണം കവർന്നെടുക്കും എന്ന് അലക്സാണ്ടർ ചക്രവർത്തിയോട് ഡയോജിനിസ് പറഞ്ഞു കൊടുത്തു. നിന്റെ വിജയത്തെ മരണം കവർന്നെടുക്കും. കാരണം നീ ജീവിക്കുന്നത് വെറും നശ്വരമായ ഈ ലോകത്തിൽ, ഈ വസ്തുക്കളിൽ മാത്രം ലക്ഷ്യമിച്ചുകൊണ്ടാണ് നീ ജീവിക്കുന്നത്. ആ ഒരു യാഥാർത്ഥ്യം പിന്നീട് ജീവിതത്തിൽ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അലക്സാണ്ടർ ചക്രവർത്തി പറയുന്നുണ്ടല്ലോ, എൻ്റെ ശവമഞ്ചം ഗ്രീസിൻ്റെ തെരുവുകളിൽ കൂടി കൊണ്ടുപോകുമ്പോൾ എൻ്റെ 2 കരങ്ങളും ഇങ്ങനെ ശവമഞ്ചത്തിന് വെളിയിലേക്ക് വിടർത്തിയിട്ടേക്കണം എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ട് പോയത് അതുകൊണ്ടാണ്. അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശവമഞ്ചം ഗ്രീക്കിൻ്റെ തെരുവുകളിൽ കൂടെ കൊണ്ടുപോയതെന്നാണ് പറഞ്ഞത്. കാരണം ഈ ലോകത്തിൽ എല്ലാവരും മനസ്സിലാക്കണം ഒരു യാഥാർത്ഥ്യം, ഞാൻ ഈ ലോകത്തിൽ നിന്നും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, എത്രയും ലാളിത്യത്തോടെ ജീവിതത്തെ കാണാനും ജീവിക്കാനും നമുക്ക് സാധിക്കുമ്പോൾ ജീവിതം കൂടുതൽ സന്തോഷമായിട്ട് മാറും. അത് ദൈവത്തിൻ്റെ ആ സ്നേഹം ജീവിതത്തിൽ എന്നും അനുഭവിക്കാനായിട്ട് വ്യവസ്ഥകളില്ലാത്ത സ്നേഹം, അൺലിമിറ്റഡ് ആയിട്ട്, അൺകണ്ടീഷണൽ ആയിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനം എന്നുള്ളത്. രണ്ടാമത്, ഒരു ഇടയൻ്റെ പ്രത്യേകത നമ്മൾ ബൈബിളിലേക്ക് കണ്ടുമുട്ടുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത്, മേച്ചിൽ സ്ഥലം കണ്ടെത്തുന്നവനാണ് നല്ലൊരു ഇടയൻ. ആടുകളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയുള്ളവനാണ് നല്ലൊരു ഇടയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ ആഴം അറിഞ്ഞവർക്ക് മാത്രമേ മറ്റുള്ളവരെ ശ്രദ്ധിക്കാനാവൂ ജീവിതത്തിൽ. സ്നേഹത്തിൻ്റെ ആഴം അറിഞ്ഞവർക്ക് മാത്രമേ കൂടെയുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയല്ലേ ഈശോ പറഞ്ഞത്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകാനുമാണ് ഞാൻ വന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ജീവൻ നൽകുന്ന ഒരു സ്നേഹം ദൈവത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. അവരനെക്കുറിച്ച് ശ്രദ്ധയുള്ള ജീവിത പങ്കാളിയുടെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ, അയൽക്കാരുടെ കാര്യത്തിൽ, കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുടെ കാര്യത്തിൽ, രോഗിയായി കിടക്കുന്ന ഒരു സഹോദരൻ്റെ സഹോദരിയുടെ കാര്യത്തിൽ ഒക്കെ ശ്രദ്ധിക്കാൻ എന്തുമാത്രം നമുക്ക് സാധിക്കുന്നുണ്ട് ജീവിതത്തിൽ. തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത അതാ പ്രിയമുള്ളവരെ. കൂടെയുള്ളവരെ ശ്രദ്ധിക്കുന്ന, അവർക്ക് വേണ്ടി മേച്ചിൽ സ്ഥലം കണ്ടെത്തുന്ന നല്ല ഇടയനാണ് ദൈവം. മഹാനായ ഫുൾട്ടൺ ജെഷീൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ മാലാഖയുടെ ബ്ലാക്ക് ബോർഡിൽ നിന്ന്, ഫ്രം ദ ഏഞ്ചൽസ് ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. സ്നേഹം ഒരിക്കലും എന്തുകൊണ്ട് എന്ന ചോദ്യം ചോദിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്നേഹം ഒരിക്കലും എന്തുകൊണ്ട് എന്ന ചോദ്യം ചോദിക്കാറില്ല. എന്തിന് സഹനം, എന്തിനാണ് ദുഃഖം, എന്തിനാണ് ക്ലേശം, എന്തിനാണ് കഷ്ടപ്പാട്, എന്തിനാണ് പട്ടിണി, എന്തിനാണ് മരണം, എന്തിനാണ്? നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും ഇത്തിരി ചോദ്യങ്ങൾ വരുന്നുണ്ട് നമ്മുടെ മനസ്സിലൂടെ, ഇല്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, എൻ്റെ ദൈവമേ, എങ്കിലും എന്നോട് ഇത് ചെയ്തല്ലോ, ഈ മരണത്തിലൂടെ ഈ വേർപാട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ജീവിതത്തിലെ സമ്പത്ത് കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ചോദിക്കും, ദൈവമേ, എന്തിന് നീ എന്നോട് ഇത് ചെയ്തു എന്ന്, ഇല്ലേ? നമ്മൾ ജീവിതത്തിൽ ചോദിക്കാറില്ലേ? അതുപോലെ തന്നെ നമുക്ക് നല്ല സുഹൃത്തുക്കളെ നഷ്ടപ്പെടുമ്പോൾ, മക്കളെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ പോകാതെ വരുമ്പോഴൊക്കെ നമ്മൾ ദൈവത്തോട് ചോദിക്കാറില്ലേ, എന്തുകൊണ്ട് എന്ന ചോദ്യം. അതാ ഇവിടെ ഫുൾട്ടൺ ജെഷീൻ പറഞ്ഞിരിക്കുന്നത്. സ്നേഹം ഒരിക്കലും എന്തുകൊണ്ട്, വൈ എന്ന ഒരു ചോദ്യം വരാറില്ല. അത് വരുന്നത് സംശയം,
കാപട്യം, സാത്താൻ, ഇവ മൂന്നിൽ നിന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത്. സംശയമുള്ളിടത്ത് പലപ്പോഴും ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയം വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് ഈ സഹനം, എന്തുകൊണ്ട് ഈ ദുഃഖം, എന്തുകൊണ്ട് ഈ കഷ്ടപ്പാട്, എന്തുകൊണ്ട് ഈ സാമ്പത്തിക തകർച്ച, എന്തുകൊണ്ട് ഈ രോഗം, നമ്മൾ ചോദിക്കാറില്ല പലപ്പോഴും. അത് സംശയത്തിൽ നിന്ന് വരുന്നതാണ്. കാരണം പൂർണ്ണമായിട്ടും ദൈവത്തിൽ നമുക്ക് അർപ്പിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ തോമാസ് ലീഹയെക്കുറിച്ച്, നമ്മളെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ നമ്മൾക്ക് കൈമാറി തന്ന വിശ്വാസം തോമാസ് ലീഹയുടെ വിശ്വാസമാണ്, അല്ലേ? തോമാസ് ലീഹയുടെ ആ സംശയത്തിൽ നിന്നല്ല. നമ്മൾ പലപ്പോഴും പറയും സംശയിക്കുന്ന തോമ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിലും സംശയത്തിൽ നിന്നല്ല തോമസ് എനിക്ക് കർത്താവിനെ കാണണമെന്നും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കണമെന്നും അവൻ്റെ ആണിപ്പഴുതുകളിൽ എൻ്റെ വിരലുകൾ ഇടണമെന്നൊക്കെ തോമാസ് ലീഹ പറയുന്നത് സംശയത്തിൽ നിന്നല്ല, മറിച്ച് താൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിന് മുമ്പിൽ എൻ്റെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കണം എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ നിന്ന്, ഒരു സമർപ്പണത്തിൽ നിന്ന് വരുന്നതാണ് തോമാസ് ലീഹയുടെ വാക്കുകൾ. അതിന് പൂർണ്ണത എന്ന് പറയുന്നത്, അത് എത്തി നിൽക്കുന്നത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിലാണ്. അതിന് കർത്താവ് ഒരു വഴിയൊരുക്കി കൊടുക്കുകയല്ലേ തോമസിന്. കർത്താവ് കാണിച്ചു കൊടുത്തു തൻ്റെ മുറിവിൻ്റെ ആഴം. ആ മുറിവിൻ്റെ ആഴം എന്താ പ്രിയമുള്ളവർ നമുക്ക് പറഞ്ഞു തരുന്നത്? സ്നേഹത്തിൻ്റെ ആഴമാണ്, അല്ലേ? സ്നേഹിക്കുന്നവർക്ക് മാത്രമേ മുറിപ്പാടുകളുള്ളൂ. മുറിവേൽക്കാതെ എങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്? സാക്രിഫൈസ് ഇല്ലാതെ എങ്ങനെയാണ് സ്നേഹം പൂർണ്ണമാകുന്നത്? ത്യാഗമില്ലാത്ത സ്നേഹം എവിടെയാണ് പൂർണ്ണതമാകുന്നത്? അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ആ പൂർണ്ണത ജീവിതത്തിൽ അനുദിനം അനുഭവിക്കാനായിട്ട്, അങ്ങനെ ഒരു പറുദീസ അനുഭവത്തിലേക്ക്, സന്തോഷം പകർന്നു തരുന്ന പറുദീസ അനുഭവത്തിലേക്ക് കടക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ജീവിതങ്ങൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുണ്ടാകണം. സ്നേഹിക്കപ്പെടുന്ന ആളിൻ്റെ ഓരോ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പൂർത്തീകരിക്കപ്പെടാനുള്ള ഒരു വലിയ വിളി നമ്മളെല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മളത് കണ്ടുമുട്ടുന്നുണ്ടല്ലോ. കർത്താവ് ഫരിസായൻ്റെ വീട്ടിൽ വരുമ്പോൾ പാപിനിയായ സ്ത്രീ വന്ന് സുഗന്ധതൈലം കൊണ്ട് അവൻ്റെ പാദങ്ങൾ പൂശുമ്പോൾ അവൻ ശിമിയോനോട് പറയുകയാണ്, നിന്നെക്കാളൊക്കെ അധികമായിട്ട് ഇവൾ എന്നെ സ്നേഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു കൊടുക്കുന്ന സ്നേഹത്തിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ജീവിതം നീ ദാനമായിട്ടാണല്ലോ തന്നത്, നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതത്തെ കൊടുക്കാൻ സമർപ്പിക്കുവാനായിട്ട്, അങ്ങനെ പൂർണ്ണതയുടെ അനുഭവത്തിലേക്ക്, വിശുദ്ധിയിലേക്കുള്ള ആ ചവിട്ടുപടികൾ ഓരോന്നോരോന്നായിട്ട് കടന്നു വന്നുകൊണ്ട് നിൻ്റെ സ്നേഹത്തിലെ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ, ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ, ഞങ്ങളുടെ ആത്മാവിനെ നേടാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കട്ടെ. വാണിജ്യവൽക്കരിക്കപ്പെടുന്ന ഒരു കമ്പോള സംസ്കാരത്തിൽ കൊടുക്കുന്നതിലും ജീവൻ അർപ്പിക്കുന്നതിലും വിലയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ പുതിയ സൃഷ്ടികളായിട്ട് ആത്മാവിൽ ജനിക്കുന്ന, പങ്കുവയ്ക്കുന്ന നല്ല മനുഷ്യരായിട്ട് മാറ്റിത്തീർക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടവരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് കർത്താവിന് മുമ്പിൽ നന്ദിയോടുകൂടെ, ദൈവമേ, ഇന്ന് ഞങ്ങൾ കേട്ട ഈ തിരുവചനങ്ങളിലൂടെ നിൻ്റെ വചനത്തിൻ്റെ പൊരുൾ ഞങ്ങൾക്കായിട്ട് പങ്കുവെച്ച് തന്നതിനെ ഓർത്ത്, ഈ കൃപയിൽ ഞങ്ങൾക്ക് അനുദിനം വളരാനുള്ള ശക്തിയും ധൈര്യവും തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് നമുക്ക് ഏറ്റുപറയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വെള്ളത്തിൻമീതെ പരിവർത്തിച്ച ദൈവത്തിൻ ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വെള്ളത്തിൻമീതെ പരിവർത്തിച്ച ദൈവത്തിൻ ആത്മാവേ, പരിശുദ്ധാത്മാവേ.